ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയ റജി മത്തായി. നിങ്ങളെ ഞാൻ എൻ്റെ അമേരിക്കയിലെ വീടും അവിടുത്തെ പച്ചക്കറികളും കൃഷികളും ഒക്കെ കാണിച്ചല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്കൊരാഗ്രഹം നിങ്ങളെ എൻ്റെ തറവാടൊന്ന് കാണിക്കണമെന്ന്. ഞങ്ങൾ വീടൊന്നും വെച്ചിട്ടില്ല, പക്ഷേ താമസിക്കാൻ വീടിന് പഞ്ഞമൊന്നുമില്ല. പക്ഷേ ഈ വീട് കാണിക്കാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, വളരെ ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും സ്ഥലവും വളരെ പ്രയോജനകരമായ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മൊത്തമായിട്ട് പറയും, ഇപ്പം നാട്ടിൽ കൃഷി ചെയ്താൽ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ്, വെള്ളമില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മളിൽ പലരും ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ മണ്ണിനെ പ്രയോജനമാകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടം കാണിക്കുവാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ മണ്ണിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വീട്ടിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ്. ആക്ച്വലി ഞങ്ങളുടെ ആദ്യത്തെ വീടല്ല ഇത്. ഞങ്ങൾ പല വീടുകൾ കഴിഞ്ഞാണ് അവസാനം ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഞങ്ങളുടെ പണ്ടത്തെ വീടുകളിലൊക്കെ ഞങ്ങൾക്ക് ഇനഫ് വെള്ളമില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാരണം എൻ്റെ പേരൻസിന് പിന്നെ ഡബിൾ സ്റ്റോറി 2 നില വീട് മുകളിൽ കയറാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഒരു സിംഗിൾ സ്റ്റോറി വീട് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം പണ്ട് ഇവിടെ കൂടുതലായിട്ട് മാവും പ്ലാവും പിന്നെ പപ്പായ, അങ്ങനെ തെങ്ങ്, അങ്ങനെ നാടൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ, കാരണം സ്ഥലം കൂടുതൽ കിട്ടിയപ്പോൾ അതിൽ നിന്ന് പല കാര്യങ്ങളും വിപുലീകരിച്ചു ഇവിടെ നമ്മൾക്ക് കാണാം. അപ്പോൾ ഞാൻ നിങ്ങളെ, കാരണം എനിക്ക് എൻ്റെ വീട് കണ്ടപ്പോൾ, അതായത് ഓരോ മണ്ണും ഇങ്ങനെ വളരെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് വേണ്ടി ഇത് എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിനെ പ്രയോജനപ്പെടുത്തിയെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, വിഷു ഒക്കെ വരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കൊന്ന പൂത്ത് നിൽക്കുന്നത് കണ്ടോ? അത് എനിക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി തന്ന ഒരു ഇതാണത്. എനിക്ക് കൊന്നപ്പൂക്കൾ പണ്ട് മുതലേ ഇഷ്ടമാണ്. നിറയെ പൂത്ത് നിൽക്കുന്ന കൊന്നപ്പൂക്കളും. പിന്നെ ഇവിടെ നോക്ക്, ഞങ്ങളുടെ വീട്ടിലും കണ്ടിട്ടില്ലേ ഇങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ, നിറയെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ. ഈ പൂവിൻ്റെ പ്രയോജനങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രയോജനമൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ സിസ്റ്റർ ഇൻ ലോയിൽ നിന്നാണ്. കാരണം ഇതുകൊണ്ട് നമുക്ക് പിങ്ക് കളറും പർപ്പിൾ കളറും ടീ ഉണ്ടാക്കി കുടിക്കാം. അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ നോക്കി, ചെത്തിപ്പൂ. എൻ്റെ വീടിനകത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം നല്ല ചെടികളൊക്കെ. കാരണം എൻ്റെ സിസ്റ്റർ ഇൻ ലോ പറയുന്നത് അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി തരുമെന്നാണ്. അപ്പം ഞാൻ നിങ്ങളെ ഒരറ്റം മുതൽ, അതായത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പിന്നെ പൂക്കളും ഇടകലർന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം അത് നിങ്ങളെ ഞാൻ കാണിക്കാം. നിങ്ങൾ എന്നോടൊപ്പം വരൂ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുവാണ്. എന്ത് മനോഹരമാണെന്ന്. ഒരു ക്രീം കളറിലെയും പിന്നെ ഒരു ഓറഞ്ച് റെഡ് കളറിലെ ഫ്ലവറാണ്. ഇതെന്തോ എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഫയർ ക്രാക്കേഴ്സ് ആണ്. സാധാരണ 2 കളറേ ഉള്ളോ? അതോ അത്രേ ഉള്ളൂ തോന്നുന്നു. 2 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ, വിത്താണോ അതോ? വിത്തല്ല, ഇത് താഴെ വന്നിട്ട് അത് അവിടെ തന്നെ അതിന്റെ ഇതുണ്ട്, ഇതുപോലെ സൈഡിൽ ഗ്രോ ചെയ്യും, ഇത് റൂട്ട് വരും. ഓക്കെ ഓക്കെ. നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ആരെങ്കിലും വഴി വരുന്നവരല്ല ഇതെടുത്ത് കട്ട് ചെയ്ത് കൊണ്ട് കുഴിച്ചു വെച്ചാൽ കിളിക്കും. അതെ അതെ. ഓക്കെ, നല്ല കാര്യമാണല്ലോ. അപ്പം അതിൻ്റെ അരിയും തൈയൊന്നും അല്ല, അതിൻ്റെ തന്നെ ആ റൂട്ട് അതേ തന്നെ വരും, അതേ തന്നെ കിളുത്ത് വരും. ഇത് എത്ര വർഷമായതാ? ഇതിപ്പോ ഒരു 3 വർഷം ആണല്ലേ. വളരെ ഭംഗിയായിട്ടിരിക്കുന്ന. ഇത് ഇല കണ്ടാൽ തോന്നുന്നു എന്തോ പ്ലാസ്റ്റിക് പോലെയാണ് അല്ലേ. നല്ല കട്ടിയുണ്ട് ഈ ഇലയ്ക്ക്. പക്ഷെ എല്ലാ സീസണിലും പൂവുണ്ടോ? എപ്പോഴും പൂവുണ്ട് അല്ലേ. ഉള്ളി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ ഭംഗിയാണ്. പിന്നെ നമുക്ക് ഇതാണ്ട് ഇവിടെ കാണാം നമ്മുടെ ബൊഗെയിൻ വില്ല എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റോറി ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം. കാരണം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ബൊഗെയിൻ വില്ല ചെടികളെന്ന് പറയുന്നത്. അതായത് ഏത് ചൂടത്തും വാടാതെ തളരാതെ നമ്മൾക്ക് പൂ തരുന്ന, ഞങ്ങളൊക്കെ കടലാസ് റോസ എന്നും കാട്ടു റോസ എന്നൊക്കെ പറയുമായിരുന്നു. അതാണ് അതിൻ്റെ വൈറ്റ് കളറുണ്ട്, പിന്നെ ഒരു പർപ്പിൾ കളറുണ്ട്, പിന്നെ അകത്തോട്ട് കയറിയാൽ മറ്റ് പല കളറുകളും ഉണ്ട്. നിങ്ങൾ എന്നോടൊപ്പം വരൂ, നമുക്ക് കാണാം അകത്ത് എന്തൊക്കെയാണ് സർപ്രൈസ് ഉള്ളതെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങൾ പല വീടുകളും മാറാനുള്ള മെയിൻ കാരണം വെള്ളമായിരുന്നെന്ന്. അവസാനം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇത് എത്ര മുഴം കോല് എത്ര മുഴമാ? ഇത് 8 കോലുണ്ട്. 8 കോല്. 8 കോലിൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ദൈവകൃപയാൽ കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഈ വെള്ളമാണ് ഞങ്ങൾ ഈ കൃഷിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്നതും ഈ വെള്ളം തന്നെയാണ്. അപ്പം നല്ല ആഴമുണ്ട്, എന്നാൽ നല്ല വെള്ളമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് കാണാം, അത് മുല്ലയല്ലേ? അല്ല, അതൊരു ക്രീപ്പർ.
കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ ഫ്ലവർ യെല്ലോ ഫ്ലവർ എല്ലായിടത്തും ഇപ്പൊ ട്രെൻഡ് അത്. ആണല്ലേ. കാറ്റ്സ് ക്ലോ അതൊരു ചെടിയാണ്, അത് യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകും. പിന്നെ നമ്മുടെ വേണ്ട ബ്രിഞ്ചാള് ഇവിടെ സീസൺ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇത് എന്തോ ഫ്രൂട്ട് ട്രീയാ? ഇത് പേര, ചെറിയ പേരയ്ക്ക, ചെറിയ പേര, മണിപ്പേരയ്ക്ക. മണിപ്പേരയ്ക്ക. പിന്നെ നോക്ക് ഇവിടെ മറ്റുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ട നമ്മുടെ വെള്ളക്കനകാമ്പരം. നമ്മൾ മഞ്ഞ കനകാമ്പരം, ഓറഞ്ച് കളറിലെ കനകാമ്പരം അല്ല കാണുന്നത്. ഇവിടെ വെള്ള കനകാമ്പരം നിൽക്കുന്ന ഇവിടെയൊക്കെ പൂവൊക്കെ ഇച്ചിരി കൊഴിഞ്ഞ്, ഇപ്പം നല്ല ചൂടാണ്. വെള്ള കനകാമ്പരം നിൽക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ലോഗൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ട്രീ ആണ്. നമുക്ക് കായ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല, 4 വർഷമായി. കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നീ കണ്ടിട്ടുണ്ടോ ലോഗൻ? ആണ്. ഞാൻ കണ്ടിട്ടില്ല. നല്ല മധുരമുള്ള എന്ത് കളറാ? അത് ലിച്ചി പോലെ ഇരിക്കും, ബ്രൗൺ കളറിലെ ചെറിയ റൗണ്ട് ആയിട്ട്. ആണല്ലേ. നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് എടുത്ത് അയച്ചു തരണം കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഇഷ്ടമുള്ള കളറാണ് ഈ പർപ്പിൾ കളർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കദളി. ഇത് ഒരു പർപ്പിൾ കളറിലെ കദളി. പിന്നെ അവിടെ ഉള്ളത് അത് പിങ്ക് കളറിൽ നമുക്ക് ഇതുവരെ പൂ ഉണ്ടായില്ല, ഉണ്ടാകാനായിട്ട് റെഡി ആവുന്നു. ഇത് പിങ്ക് കളറിലെ കദളി. ഇവിടെ 2 തരം കദളി. ഇത് തൈ വാങ്ങിച്ചു വെക്കുന്നതാണ്, തൈ വാങ്ങിച്ചു വെച്ചതാ. പിന്നെ ഇത് നമ്മുടെ മിറക്കിൾ ഫ്രൂട്ട്. മിറക്കിൾ ഫ്രൂട്ട്. അതേലും പൂ ഉണ്ടായി വരുന്നുണ്ട്. ഇതിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. മിറക്കിൾ ഫ്രൂട്ട് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രയോജനം ഇത് കഴിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമ്മള് മീൻകറി കഴിച്ചാലും അത് മധുരിക്കും അല്ലേ? പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും മധുരിക്കും ഈ ഫ്രൂട്ട് കഴിച്ചിട്ട്. പിന്നെ നമ്മുടെ ബന്ദി ഇപ്പം ഇച്ചിരി വാടിയൊക്കെ നിൽക്കുന്നു. ഇവിടെ ജമന്തി ഉണ്ട്, അവിടെയാണെങ്കിൽ റോസയുണ്ട്. അതേ നിറയെ പൂ ഉണ്ടായിരുന്നു, ഇപ്പം പൂ അങ്ങ് മാറി. പിന്നെ ഇത് വേറൊരു പേര അല്ലേ? ഇതൊരു പേര, ഇത് നമ്മുടെ നാടൻ പേര അല്ലേ? പിന്നെ അവിടെ നിൽക്കുന്ന അതെന്തുവാ? അത് ജബോട്ടിക്ക. അത് ഒരു ഫ്രൂട്ടാണ്. കായ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതല്ലാണ്ട് പൂ എന്തോ ഉണ്ടായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ജബോട്ടിക്ക. ഓക്കെ. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പല പേരുകളും നിങ്ങൾ ഇവിടെ കേൾക്കും. അപ്പം നിങ്ങൾ ഓർക്ക് ഇത്രയും ഫ്രൂട്ട്സ് ട്രീകൾ ഇവിടെ ഉണ്ടോ എന്ന്. ഇതെന്താ ഫ്രൂട്ടാ? അതിന്റെ പേര് അറിയത്തില്ല. ഇത് നിറയെ കായ ഉണ്ടായി നിപ്പുണ്ട്. ഇതിനു മുമ്പ് ഇതേ കായ ഉണ്ടായിട്ടുണ്ട്. ഇത് ഓറഞ്ച് കളറാണ്. ഇതിപ്പം യെല്ലോ, ഇനി അത് ഓറഞ്ച് ആവുന്നത്. കഴിച്ചിട്ട് മധുരമാണ്, ചെറിയൊരു പുളിയും ഒരു മധുരമായിട്ടാണ്. ഇത് പേരറിയത്തില്ലാത്ത ഒരു ഫ്രൂട്ട്സ്. നോക്ക്, പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതേ നിറയെ കായ ഉണ്ടായി നിപ്പുണ്ട്. ഇത് കഴിക്കാൻ എനിക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. മഞ്ഞ കളറായി, പക്ഷെ ഇവള് പറയുന്നത് ഇത് റെഡ് ആയാലേ ഉള്ളൂ, ഓറഞ്ച് റെഡ് ആയാലേ ഉള്ളൂ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചെടി. പിന്നെ നോക്കുക, അടുത്ത ഒരു പേര. ഇത് ഒരു നാടൻ പേരയാണ്, കാരണം ഇതിന്റെ പേരയ്ക്ക് ഞാൻ തിന്നിട്ടുണ്ട്. അത് സ്ട്രോബെറി പേര. അത് സ്ട്രോബെറി പേര. അതിന്റെ അപ്പുറേ ഇതൊക്കെ ഞാൻ ആദ്യം കേൾക്കുമാണ് സ്ട്രോബെറി പേര. പിന്നെ ഇവിടെ നോക്കുമ്പം നമ്മുടെ എന്തുവാ ഈ ചെടിയുടെ വാടാമുല്ലയുണ്ട്. പിന്നെ ഇലച്ചെടികൾ. പിന്നെ നമ്മുടെ ബോൾസ് ഒരു വകഭേദമായിട്ട്. പിന്നെ റോസ. പിന്നെ ഇത് കണ്ടോ, ഇത് താമര. ഈ താമരയ്ക്കുള്ള പ്രത്യേകത ഇത് യെല്ലോ താമരയാ. യെല്ലോ താമരയാണ്. ഞാൻ ഗപ്പിയുണ്ട്. പിന്നെ മണ്ണുണ്ടോ? മണ്ണല്ല, നമ്മുടെ പാടത്തുനിന്ന് ചെളി അതിലാ വെച്ചിരിക്കുന്നത്. അപ്പൊ ചെളിയും പിന്നെ ഗപ്പിയും താമരയും. നമ്മൾ വളമൊന്നും ഇടണ്ട, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല. യെല്ലോ കളറിലെ വലിയ താമര ആണല്ലേ? അതുണ്ടാകുമ്പോഴും കാണിച്ചു തരണമേ. പിന്നെ ഇവിടെ ബോൾസ് ഉണ്ട്, ഇലച്ചെടികൾ. ഇവിടെയൊക്കെ കുറെ ഇലച്ചെടികളാണ്. പിന്നെ അത് കണ്ടോ, ആ ചെടിയുടെ പേരെനിക്കറിയത്തില്ല. നോക്കി നല്ല ഭംഗിയില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളർ പർപ്പിൾ ആയതുകൊണ്ടായിരിക്കാം ഞാൻ വന്നത് ആ കളറാണ് ചെടിയുടെ നോട്ട് ചെയ്തത്. അതിന്റെ 3 വെറൈറ്റി ഉണ്ട്. വേറെ ലൈറ്റ് കളർ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ലൈറ്റ് പർപ്പിൾ ഉണ്ട്, പിന്നെ യെല്ലോ കളർ ഉണ്ട്. 3 വെറൈറ്റീസ് ഉണ്ട്. ഇതങ്ങ് പടർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. മഴയത്തൊക്കെ ഒത്തിരി ഉണ്ടാവും, സ്പ്രെഡ് ആവും എല്ലായിടത്തും അല്ലേ? അപ്പം പിന്നെ നമ്മുടെ തുളസി അറിയാമല്ലോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പലതരം ഇലച്ചെടികളാണ്. ഇതെന്തോ ചെടിയാ? അത് ഓർക്കിഡ്. ഇത് ഓർക്കിഡ് അല്ലേ? ഓർക്കിഡ്. ഓർക്കിഡൊക്കെ വരുന്നു കിളുത്ത്. പിന്നെ പലതരം ഇലച്ചെടികളാണ്. പലതരം ഇലച്ചെടികൾ. ഞങ്ങളൊക്കെ തിരിഹൃദയ ചെടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തിരിഹൃദയ ചെടിയുടെ പലതരം വേറെ പല കളറുകൾ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഇതുവരെ ഇലച്ചെടിയാണ്. പിന്നെ ഇതും നമ്മുടെ മണിപ്ലാന്റിൻ്റെയൊക്കെ പലതരത്തിലുള്ള മണിപ്ലാന്റുകളും പലതരത്തിലുള്ള ഇലച്ചെടികളും. ഈ ഇലച്ചെടികളുടെയൊക്കെ പേരൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. വളരെയധികം
ചെടികളാണ്. അതുകൊണ്ട് പല ഇലച്ചെടികൾ. പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പിന്നെയും ഇലച്ചെടികളാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ചെടികളും ഫ്രൂട്ട് ട്രീകളും പച്ചക്കറികളും ഇടകലർന്നാണ് വെച്ചിരിക്കുന്നത്. ആർക്കും പിണക്കം വേണ്ട. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ പേരറിയാമോ? സിസി പ്ലാന്റ്. ഇതിനൊരു ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് ഇത് വെച്ചാൽ കൊതുക് വരത്തില്ലെന്നാണ്. അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം പൊതുവെ നമുക്ക് കൊതുക് വളരെ കുറവായിരുന്നു. പിന്നെ ഇവിടെയും നമ്മുടെ ഓർക്കിഡ് പൂത്ത് നിൽക്കും. ഡാൻഡൂരിയം, സോറി, ഓർക്കിഡ് അല്ല, ഡാൻഡൂരിയാണ്ട് പൂത്ത് നിൽക്കുന്നു. പിന്നെ ഇവിടെയും നോക്ക്, പലതരം ഇലച്ചെടികൾ പിന്നെയും ഇങ്ങനെ നിൽക്കുവാണ്. ഇതും ഉണ്ട്. ഇതിലൊരു പൂ ഉണ്ടായി കേട്ടോ. ഞാനോർത്ത് ഈ ഇലച്ചെടി പൂ ഉണ്ടാകത്തില്ലെന്ന്. നല്ല ഓറഞ്ച് കളറിലെ പൂക്കൾ. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോഴാണേലും ഇവിടെയും നോക്ക്, ഫുള്ള് ഇലച്ചെടികളാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത്. ഇതവിടെയൊക്കെ ഇലച്ചെടികളാണ്. അതായത് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പം കുറേ ഇലച്ചെടികളാണ് കൂടുതൽ. പക്ഷേ എന്നാലും ഫ്രൂട്ട് ട്രീകളും ഉണ്ട്. പിന്നെ ഇതെന്തുവാ? അത് ഒരു ഫ്രൂട്ട് ട്രീ ആണ്. അത് ഇതുവരെ കായ്ച്ചിട്ടില്ല. അതിങ്ങനെ വളർന്ന് നിൽക്കുവാണ്, അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയി, ഇവിടെ സപ്പോട്ടയുണ്ട്. സപ്പോട്ട എനിക്കൊരു പഴം കിട്ടിയായിരുന്നു വന്നപ്പം. സപ്പോട്ടയുണ്ട്. പിന്നെ ഇതാണ് ഫ്രണ്ടിലെ ഒരു സൈഡാണിത്, ചെടികളൊക്കെ. അപ്പം നമുക്ക് ഫ്രണ്ടിലെ മറ്റേ സൈഡിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലോട്ട് പോകാം. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ ഇതെന്തുവാടി? ഇത് അരിമുല്ല. അതുകൊണ്ട് അരിമുല്ല. ഇവിടെ നിന്ന് വരുമ്പോൾ നോക്ക്, ചെത്തി. അവിടെ അതെന്തുവാ? അത് മുല്ലയാണോ? അത് മരമുല്ലയോ? അല്ല, അത് കാറ്റ്സ് ഫ്രൂട്ട്, പൂച്ചപ്പഴം. പൂച്ചപ്പഴം. പണ്ട് നമ്മുടെ കാട്ടിലൊക്കെ നിന്നോണ്ടിരുന്നത്. പൂച്ചപ്പഴം. അപ്പൊ ഇവിടെ ഒന്നിനും ഒരു പഞ്ഞമില്ല. നാടനും ഉണ്ട്, പിന്നെ എന്താ പറയുന്നേ, ഫോറിനും ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് അരിമുല്ല. നോക്ക്, മുല്ലപ്പൂ ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. മുല്ലപ്പൂ. മുല്ലപ്പൂ കണ്ട, നല്ല ഭംഗി. അരിമുല്ല. ഇതും വേണം തലയെ കോർത്തൊക്കെ ഇടാം. അപ്പൊ അരിമുല്ലയുണ്ട്. നമുക്ക് ഇപ്പൊ ഉള്ളിലോട്ട് വരുമ്പോ നമ്മള് പൂച്ചപ്പഴം കണ്ടിട്ടില്ലേ കാട്ടിലൊക്കെ? അതെ, ഇങ്ങനെ ഒരു വെളുത്ത അല്ലേ, പൂച്ചപ്പഴം. പിന്നെ ഇത് നമ്മുടെ ഗന്ധരാജൻ, ഗാർഡീനിയ എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ഇലച്ചെടി ഉണ്ട്. അവിടെയൊക്കെ കുറെ ഇലച്ചെടി ഉണ്ട്. ബോഗൻവില്ല പല കളർ അവിടെ വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. ഇത് അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാ. പഴയ വീട്ടിൽ നിന്ന് ഒരു കൊമ്പ് കൊണ്ടുവന്ന്. ഇത് ഞങ്ങൾക്ക് അമേരിക്കയിലും ഉണ്ട്. പിന്നെ ഇത് ബംബ്ലൂസ് നാരങ്ങ, അതായത് നമ്മുടെ കമ്പിളി നാരങ്ങ ഉണ്ട്. പിന്നെ ഇതെന്തുവാ? ഇത് ആര്യവേപ്പ്. ഇത് ആര്യവേപ്പ്, നീംകപ്പത്ത. പിന്നെ ഇത് മരമുല്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, അരിമുല്ലയുണ്ട്, മരമുല്ലയുണ്ട്, ചെണ്ടുമുല്ല, നാടൻമുല്ലയൊന്നും ഇല്ല. അത് അടുത്ത പ്രാവശ്യം അവരെ വെച്ചു വിടും, അവരെ പിണക്കരുത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ദാണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ കഴിച്ചതാണ്. ഇനി ഇത് യെല്ലോ കളറാവും. പിന്നെ ഒരു ഓറഞ്ച്, അല്ല ആദ്യം ഓറഞ്ച് റെഡ് അല്ലേ? അതെ, ആദ്യം പഴുക്കുമ്പോൾ നല്ല റെഡ് കളറാവും. പഴുക്കുമ്പോൾ നല്ല റെഡ് കളറാവും. ഇതിനൊരു ബട്ടറിൻ്റെ ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ നല്ല മധുരമുണ്ട്, ഒരു ബട്ടർ ടേസ്റ്റും. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഒക്കെ പോലെ അല്ലേ? പീനട്ട് ബട്ടർ. എന്തായാലും നല്ല ബട്ടറിൻ്റെ ടേസ്റ്റും പിന്നെ മധുരവും ഉണ്ട്. നോക്ക്, പൂ ഇങ്ങനെ ഈ കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഒരു തേങ്ങ വീണ് കിട്ടി. കിട്ടി. എന്താ വേണ്ട നമുക്ക്? തെങ്ങ് നല്ല പൊക്കമാണ്, നമുക്ക് പറിക്കേണ്ട വന്നില്ല. ഒരു തേങ്ങ തന്നെ താഴോട്ട് വീണ് കിട്ടി. നല്ല കാര്യം. ഇതിനെ നമുക്കിന്ന് ശരിയാക്കണം. പിന്നെ നോക്ക്, അവിടെയാണെങ്കിലും അതൊരു എന്താ തോന്നല്ലേ, സർവ്വസുഗന്ധിയാ. പിന്നെ ഒടിച്ചു ചീരയൊക്കെ അവിടെ മതിലെ നിപ്പുണ്ട്. പിന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈന്തപ്പനയുടെ പനയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഗ്രൗണ്ട് ഓർക്കിഡ്. നോക്കി, ഇതിന്റെ പൂ കണ്ടോ, എന്ത് മനോഹരമാണെന്ന്. നല്ല മനോഹരമായ പൂ, ഗ്രൗണ്ട് ഓർക്കിഡ്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിക്ക പൂക്കളും പർപ്പിൾ കളറാണ്. പർപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച്, റെഡ് അല്ലെങ്കിൽ യെല്ലോ. ഈ കളറുകൾ എനിക്ക് ഇഷ്ടമുള്ള കളറുകളാണ്. പിന്നെ നമ്മൾ ഇതെന്തുവാ? അതിന്റെ പേരറിയത്തില്ല. അതിന്റെ വേറൊരു കളറും കൂടി ഉണ്ടല്ലേ? നോക്കിയേ, ഇത് കണ്ടോ, ഇതിന്റെ പർപ്പിൾ കളറും ഉണ്ടെന്ന്. അപ്പോൾ അത് തീർച്ചയായിട്ടും മനോഹരമായിരിക്കും. മറ്റൊരു ഇലച്ചെടി നിൽക്കുന്നു. പിന്നെ ഈ ചെടി ഇതും
ഉണ്ടോ, വളരെ മനോഹരമായ ഒരു ചെടിയാണ്. പിന്നെ അടുത്തൊരു സർപ്രൈസ്, നമ്മളെല്ലാവരും വിചാരിക്കും ഇങ്ങനെ വെസ്റ്റേൺ കൺട്രീസിലോ അമേരിക്ക യൂറോപ്യൻ കൺട്രീസിൽ മാത്രമേ ചെറി ഉണ്ടാകത്തുള്ളൂ. നോക്ക്, ഇവിടെ ചെറി ഉണ്ടായി നിൽക്കുന്ന കണ്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഇത് നിറയെ ചെറിയായിരുന്നു. ഉണ്ടോ, നല്ല ചെറിയാണ്. ഇതിന് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്. പക്ഷേ അതിനേക്കാളും ഇഷ്ടം എനിക്ക് ഇച്ചിരി കൂടെ പഴുപ്പ് കുറഞ്ഞത്, അതായത് ഇത് കഴിക്കുമ്പം, ഇതൊക്കെ കഴിക്കുമ്പം നമ്മുടെ ആ നാട്ടിലെ നെല്ലിക്കപ്പുളിയില്ലേ, അത് കഴിക്കുന്ന പോലെ ഒരു ചെറിയ പുളിയും നല്ലതാണ്. എനിക്ക് ഇതാണ് മധുരം ഉള്ളതിലും കഴിക്കുന്നേക്കാളും ഇഷ്ടം. അമേരിക്കയിൽ പോലും ഞങ്ങളുടെ ചെറിയയിലൊക്കെ ഒരു 10-15 കായേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇവിടെ നോക്കാം, ഉള്ളിലോട്ടൊക്കെ വളരെയധികം ചെറി ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. കുറേ ഇപ്പോഴത്തെ താഴെയൊക്കെ പൊഴിഞ്ഞു വീണ്. എന്താ ഇതാ, നാട്ടിലും ചെറി ഉണ്ടാകും, നിങ്ങൾക്കും വെച്ച് പിടിപ്പിക്കാം. നോക്ക്, ഇതെവിടെ നിന്ന് കിട്ടിയത്? ഇത് നഴ്സറിയിൽ നിന്ന്. അപ്പം ഇവിടെ മേടിച്ചിരിക്കുന്ന മിക്ക ഫ്രൂട്ട് ട്രീകളും നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്കും അടുത്തുള്ള നഴ്സറി പോയി ഇതൊക്കെ വാങ്ങിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നത്തെ ഇത് റംബുട്ടാൻ. ഇത് റംബുട്ടാനോ, നമ്മുടെ റംബുട്ടാൻ ഇല്ലാത്തുണ്ട്. അതാണ്ട് റംബുട്ടാൻ പൂത്ത് നിൽക്കും. അതാണ്ട് പൂത്ത് നിൽക്കുന്ന റംബുട്ടാൻ. ഇതൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് സമയമില്ലല്ലോ എന്ന് ഓർത്ത വിഷമമേ ഉള്ളൂ എനിക്ക്. എൻ്റെ റംബുട്ടാൻ പൂത്ത് നിൽക്കുന്നു. ഇവിടെയൊക്കെ റംബുട്ടാൻ പൂത്ത് നിൽക്കുന്നത് ഉണ്ടോ. കുഞ്ഞിച്ചുണ്ട് തേനീച്ച, ചെറുതേനുണ്ട്. തേനീച്ച. ഇത് കുത്തത്തില്ലല്ലോ അല്ലേ? ഇല്ല. ഇതിൽ നിന്ന് നമുക്ക് തേൻ കിട്ടുമോ? തേനീച്ച കൂടെ ഉണ്ടാക്കി വെച്ച ഇതാണ് ചെറുതേൻ്റെ തേനീച്ച. തേണ്ട തേനീച്ച, ഹണിബി. ഓക്കെ. പിന്നെ നോക്ക്, ഇത് യൂഫോർബിയ, മുള്ളില്ലാത്ത യൂഫോർബിയ. പിന്നെ ഇതും എനിക്കൊരു ചെമ്പകത്തിന്റെ വകഭേദമായിട്ട് തോന്നുന്നു. ഇതിന്റെ പേരറിയാം, അഡീനിയം. തണ്ട അതിന്റെ ഞാൻ വന്നപ്പോ ഇതേ പൂവുണ്ടായിരുന്നു. ഇത് നല്ല ഒരു ഓറഞ്ച് റെഡ് റോസ് പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കും. തണ്ട അവിടെ അതും എന്താ, യൂഫോർബിയയുടെ തന്നെ മുള്ളുള്ള വെറൈറ്റി, മുള്ളുള്ള യെല്ലോ കളറില്. ഇതാണ് നമ്മുടെ പനിങ്കൂർക്കേല. പിന്നെ അതെല്ലാം ചെമ്പകാണോ? അല്ല, അത് ഇതിന്റെ തന്നെ വേറെ അഡീനിയത്തിന്റെ കുഴിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? നല്ലതായിട്ടിരിക്കുന്നു. പിന്നെ തേണ്ട ഇലച്ചെടി, നമ്മുടെ തിരുഹൃദയത്തിന്റെ വേറെ വെറൈറ്റി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇലച്ചെടിയുണ്ട്. നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട വൈറ്റ് ചെടിയുടെ തേണ്ട നോക്കി, വയലറ്റ് കളർ കണ്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ മാവ്. ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതിൽ നിറയെ മാങ്ങയുണ്ടായിരുന്നു. ഈ വർഷം അതിൻ്റെ പൂത്തിട്ടുണ്ട്, പക്ഷെ വളരെ കാര്യമായിട്ട് പൂത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് വല്ല ഒന്നിരാടൻ വല്ലതും ആയിരിക്കും. തേണ്ട ചെറിയ മാങ്ങ തേണ്ട ഇവിടെ ഉണ്ടായി നിൽക്കുന്നു മാങ്ങ. പിന്നെ നന്നായിട്ട് പൂത്ത് കിളുത്ത് വളരുക. ഇതാണ് യൂഫോർബിയയുടെ മുള്ളുള്ള. ഇതാണ് മുള്ളുള്ള യൂഫോർബിയയുടെ പിങ്ക് കളറിൽ. പിന്നെ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണിത്. നമ്മൾ തെങ്ങയിലോ പ്ലാവേലോ ഒക്കെ കുരുമുളകിനെ കയറ്റി വിടും. തണ്ട് കുരുമുളക് ഇപ്പൊ സീസൺ അല്ലെന്ന് തോന്നുന്നു. ഉണ്ടായി വരുന്നു കുരുമുളക്. നമ്മുടെ ഒരു കുരുമുളക് തണ്ട ക്ലൈംബ് ചെയ്യുന്നത് സീസണൊക്കെ കഴിഞ്ഞ് തണ്ട ഒരെണ്ണം എന്തായാലും അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റി. തണ്ട ഒരെണ്ണം ഒളിച്ചു നിന്നവനെ നമ്മൾ കണ്ടുപിടിച്ച് തണ്ട നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്, എല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഓർത്ത് എനിക്ക് ഇതൊക്കെ കാണുന്ന ഒരു സന്തോഷമാണ്. ഞങ്ങൾ കുറേ പ്രാവശ്യം അമേരിക്കയിൽ വെച്ച് നോക്കിയതാ, പക്ഷെ വന്നില്ല. അവിടുത്തെ മണ്ണിന്റെ ആണോ, പിന്നെ തണുപ്പ് വരുമല്ലോ. പിന്നെ ഇത് മംഗോസ്റ്റീൻ. മംഗോസ്റ്റീൻ. ഓക്കെ. കണ്ടത്. പിന്നെ ഇത് നമ്മുടെ ഇരുമ്പം പുളിയും നമുക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ അല്ലേ. ഇരുമ്പം പുളിയിലും കായ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഉണ്ട്, കുറെ പറിച്ചു. ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ഉണ്ടായി വരുന്നുണ്ട് കുറച്ച്. ഞാനും കുറച്ച് കറിയൊക്കെ വെച്ച് കഴിച്ചു, അച്ചാർ വെച്ച് കഴിച്ചു, മീനിനകത്തിട്ട് കറിച്ചു. അങ്ങനെ ഇരുമ്പം പുളി ഇവിടെ നിൽക്കുന്നു. പിന്നെ ഇത് അരിനെല്ലി. ഇത് നമ്മുടെ അരിനെല്ലി. ഇതുവരെ ഇതും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതാ നെല്ലിക്കാപ്പുളി. അരിനെല്ലി. ഇതിന്റെ കാതാണ്ട് ഇതുപോലെ ഇരിക്കും, നമ്മുടെ ചെറി പോലെ പച്ചക്കിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനം അത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കായ്ക്കണേ. പിന്നെ ഇത് അബിയു. അബിയു. ഇത് ഇവിടെ ഈ തണ്ടയിലാ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ കായ ഉണ്ടായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നു, നല്ല വലുതായിരുന്നു, റൗണ്ട് യെല്ലോ കളറിൽ. ആണോ? ഓക്കെ. നല്ലതാ അബിയു. അപ്പം ഇതിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം അബിയു. പിന്നെ
ഇത് മറ്റൊരു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാ അല്ലെ, ഒരു ഇലച്ചെടി. തേണ്ട നമ്മുടെ ബന്ദി കിളുത്ത് വരുന്നു. പിന്നെ അതുപോലെ തന്നെ വീടിന്റെ തേണ്ട ഈ സൈഡിലാണെങ്കിലും തേണ്ട ഇവിടെയും നമ്മുടെ സ്നേക്ക് പ്ലാന്റും തേണ്ട മണി പ്ലാന്റ് ഒക്കെ തേണ്ട ഇങ്ങനെ കിളുത്ത് വരുന്നു. ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമുക്കിതിനിടയ്ക്ക് നമുക്ക് കാണാം തേക്കുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ പല മരങ്ങളുണ്ട് ഇതിനിടയ്ക്ക്. പിന്നെ ഇത് വേറൊരു കറിനാരങ്ങ ഇതേ മുള്ളുള്ളതാ അല്ലേ? നല്ല മുള്ളുണ്ട്. ഓ ഇതേ മുള്ളുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ നാരകത്തിനൊന്നും മുള്ളില്ല. ഇത് മുള്ളുള്ള നാരകം, അതിനെ തൊട്ടാൽ വിവരം അറിയും. ഇതും തെങ്ങിൽ കണ്ടോ നിറയെ തേങ്ങ ഉണ്ടായി നിൽക്കുന്നു. ഇതൊക്കെ ഞങ്ങളുടെ പണ്ടത്തെ വീടിലൊക്കെ ഞങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് അധികം തേങ്ങയും തെങ്ങും ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് തെങ്ങുണ്ട്, തേങ്ങയുണ്ട്. പിന്നെ പക്ഷെ എനിക്കൊന്ന് ഈ തെങ്ങൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചത് എനിക്കൊന്ന് ഇതൊക്കെ അമ്മച്ചി വെച്ച് പിടിപ്പിച്ച. ഇവിടുത്തെ തെങ്ങും മാവും പ്ലാവും ഒക്കെ കുറെയൊക്കെ കൂടുതലും തെങ്ങ് അമ്മച്ചി വെച്ച് തേക്കും ഒക്കെ എല്ലാം വെച്ച് പിടിപ്പിച്ച. അതൊക്കെ അമ്മച്ചിയുടെ സമയത്ത് അമ്മച്ചി എല്ലാം വെച്ച് പിടിപ്പിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഫ്രൂട്ട് ട്രീ എല്ലാം അടുത്ത തലമുറ ഏറ്റെടുത്തിരിക്കുവാണ്. ഇത് അവക്കാഡോ. പിന്നെ അവക്കാഡോയെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് അവക്കാഡോ ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ഇത് ഒത്തിരി പ്രയോജനമുള്ളതാണ്. അവിടെയൊക്കെയാണ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ദുബൈയിലായിരുന്നപ്പം എൻ്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിച്ച് കട്ട് ചെയ്ത് കാരണം അത്ര എക്സ്പെൻസീവ് ആയിരുന്നു ഇത്. പക്ഷേ ഇതിന് അത്രയ്ക്ക് പ്രയോജനമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നാട്ടിൽ ഞാൻ വന്നപ്പം പലരുടെയും വീട്ടിൽ അവക്കാഡോ ഉണ്ട്, ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന, ആർക്കും അറിയത്തില്ല ഇതെന്ത് ചെയ്യണമെന്ന്. സിമ്പിളായിട്ട് ഇത് ബ്രെഡ് തേച്ച് കഴിച്ചാലും അതുപോലെ കഴിച്ചാലും നല്ലതാണ്. പിന്നെ ഇതുകൊണ്ടുള്ള വെറൈറ്റീസ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി ഞാനൊരു പ്രാവശ്യം നിങ്ങൾക്കിടാം. ബട്ടർ ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാ പറയുന്നത്. പണ്ടത്തെ ഒരു യെല്ലോ ഒരു ബട്ടർ ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല, ഒരു മഞ്ഞ കളറിൽ ഒരെണ്ണം വരുമായിരുന്നല്ലോ നമുക്ക് പണ്ട് നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിപ്പോ വേറെ ഒരു വെറൈറ്റി ആണ് അതിന്റെ. പണ്ട് ഞാൻ ഓർക്കുന്നത്, അതിന്റെ പേര് എനിക്കറിയില്ല, നാട്ടിലൊരു മഞ്ഞ കളറില്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടെങ്കിൽ പേരറിയാമെങ്കിൽ പറയുക. മുട്ടപ്പഴത്തിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, ഓറഞ്ച് കളറിലിരിക്കുന്ന മുട്ടപ്പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് സർവ്വസുഗന്ധി, അത് ഒരെണ്ണം 2 ഇല ഇട്ടാല് ഇറച്ചിക്കറിക്ക് വേറെ മസാലയൊന്നും ഇടണ്ട. സർവ്വസുഗന്ധി അല്ലേ. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ ഗ്രാമ്പൂന്റെയും എല്ലാ സ്പൈസസും അതിന്റെ അകത്ത്. വെള്ളം തിളപ്പിക്കാനൊക്കെ നല്ലതായതല്ലേ. നല്ല സ്മെല്ലും ഉണ്ട്. പിന്നെ ഇത് റെഡ്. ഇതെന്തോ ഇത് പേരക്ക കരിഞ്ഞു നിൽക്കുവാണോ? അല്ല, റെഡ് കളറിലെ പേരക്ക അത്. റെഡ് കളർ, അതിന്റെ ഉള്ളും പുറവും ഒക്കെ റെഡാണ്. തേണ്ട ഇവിടെ തേണ്ട എന്റെ പിങ്ക് ഫ്ലവർ പിങ്ക് കളറാണ്. നല്ല മധുരം അല്ല, അതാണ്ട് ഒരെണ്ണം ഉണ്ടായി നിൽക്കുന്നു. അതിന്റെ ഇലയും റെഡാണ്. അപ്പൊ ഞാൻ ഓർത്ത് മരം കരിഞ്ഞു നിൽക്കുവാന്ന്. ഇലയും റെഡ് അതിന്റെ. ഇലയും റെഡാണ്. റെഡ്. തന്റെ പേരക്കായി നോക്ക്, കുഞ്ഞിലെ തന്നെ കണ്ടാത്തൊന്നും കരിഞ്ഞു നിൽക്കുവാണെന്ന്. പക്ഷെ റെഡ് കളറിലെ പർപ്പിൾ റെഡ് കളറിലെ കണ്ടേ പൂവും കണ്ടോ? അത് കൊള്ളാമല്ലോ. ഇത് ഒരു വെറൈറ്റി. പറിക്കണ്ടത് വലുതായില്ലെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ തേണ്ട ഇവിടെ പിന്നെയും നമ്മളെ ഇലച്ചെടികൾ വെച്ചിരിക്കുന്നു. പിന്നെ തേണ്ട കനകാംബരം, വെള്ള കനകാംബരം. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം തേണ്ടേ ഞാവല് കണ്ടോ, ജാമൂൻ കണ്ടേ. തേണ്ട ഇവിടത്തെ വാഴയുടെ തെങ്ങിൻ്റെ മടലൊക്കെ കിടക്കുന്ന കണ്ടോ. പിന്നെ ഇവിടെ തെങ്ങുകൾ ഇങ്ങനെ നിൽക്കുവാണ്. ഇനി നമ്മൾ അതായത് മെയിനായിട്ടുള്ള ബാക്ക് യാർഡിലെ നമ്മുടെ പരിപൂർണമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, പഴവർഗ്ഗങ്ങൾ മാത്രം, ഇടയ്ക്ക് ഇച്ചിരി ചെടികളുണ്ട്, അങ്ങോട്ട് നമ്മൾ കിടക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ഓഫ് പഴവർഗ്ഗങ്ങളുണ്ട്. പഴത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, നമുക്ക് ചോദിച്ചൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങളും ഇത് ചെയ്യുക. ഇത് നമ്മുടെ ഓക്കെ. പിന്നെ തേണ്ട ഇവിടെയുണ്ട് കുറേ ഇലച്ചെടികളൊക്കെ നമ്മുടെ പറമ്പ് മനോഹരമായിട്ട് നിൽക്കാൻ. തണ്ട് അവിടെ ഒരു കരിവേപ്പ് നിൽക്കുന്നു. തണ്ട് ഇവിടെ മറ്റൊരു പേര, ഇത് നാടൻ പേരയല്ലേ? നാടൻ പേര കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ തേണ്ട ഇവിടെ കുറച്ച് ഇലച്ചെടികളൊക്കെ അവിടെ നോക്ക്, പച്ചക്കറി ഒരു പാവല് കയറിപ്പോകും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാ അല്ലെ, ഒരു ഇലച്ചെടി. തേണ്ട നമ്മുടെ ബന്ദി കിളുത്ത് വരുന്നു. പിന്നെ അതുപോലെ തന്നെ വീടിന്റെ തേണ്ട ഈ സൈഡിലാണെങ്കിലും തേണ്ട ഇവിടെയും നമ്മുടെ സ്നേക്ക് പ്ലാന്റും തേണ്ട മണി പ്ലാന്റ് ഒക്കെ തേണ്ട ഇങ്ങനെ കിളുത്ത് വരുന്നു. ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇതിനിടയ്ക്ക് നമുക്ക് കാണാം തേക്കുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ പല മരങ്ങളുണ്ട് ഇതിനിടയ്ക്ക്. പിന്നെ ഇത് വേറൊരു
ഇത് കറി നാരങ്ങ. ഇതേ മുള്ളുള്ളതാ അല്ലേ? നല്ല മുള്ളുണ്ട്. ഓ ഇതേ മുള്ളുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ നാരകത്തിനൊന്നും മുള്ളില്ല. ഇത് മുള്ളുള്ള നാരകം. അവനെ തൊട്ടാൽ വിവരം അറിയും. ഇത് തെങ്ങിൽ കണ്ടോ നിറയെ തേങ്ങ ഉണ്ടായി നിൽക്കുന്നു. ഇതൊക്കെ ഞങ്ങളുടെ പണ്ടത്തെ വീടിലൊക്കെ ഞങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് അധികം തെങ്ങും ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് തെങ്ങുണ്ട്, തേങ്ങയുണ്ട്. പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തെങ്ങൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച എനിക്കൊന്ന് ഇതൊക്കെ അമ്മച്ചി വെച്ച് പിടിപ്പിച്ച. ഇവിടുത്തെ തെങ്ങും മാവും പ്ലാവും ഒക്കെ കുറെയൊക്കെ കൂടുതലും തെങ്ങ് അമ്മച്ചി വെച്ച് തേക്കും ഒക്കെ എല്ലാം വെച്ച് പിടിപ്പിച്ച. അതൊക്കെ അമ്മച്ചിയുടെ സമയത്ത് അമ്മച്ചി എല്ലാം വെച്ച് പിടിപ്പിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഫ്രൂട്ട് ട്രീ എല്ലാം അടുത്ത തലമുറ ഏറ്റെടുത്തിരിക്കുവാണ്. ഇത് അവക്കാഡോ. പിന്നെ അവക്കാഡോയെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് വെച്ചാൽ ഇത് അവക്കാഡോ ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ഇത് ഒത്തിരി പ്രയോജനമുള്ളതാണ്. അവിടെയൊക്കെയാണ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ദുബൈയിലായിരുന്നപ്പം എൻ്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിച്ച് കട്ട് ചെയ്ത് കാരണം അത്ര എക്സ്പെൻസീവ് ആയിരുന്നു ഇത്. പക്ഷേ ഇതിന് അത്രയ്ക്ക് പ്രയോജനമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നാട്ടിൽ ഞാൻ വന്നപ്പം പലരുടെയും വീട്ടിൽ അവക്കാഡോ ഉണ്ട്, ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന, ആർക്കും അറിയത്തില്ല ഇതെന്ത് ചെയ്യണമെന്ന്. സിമ്പിളായിട്ട് ഇത് ബ്രെഡ് തേച്ച് കഴിച്ചാലും അതുപോലെ കഴിച്ചാലും നല്ലതാണ്. പിന്നെ ഇതുകൊണ്ടുള്ള വെറൈറ്റീസ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി ഞാനൊരു പ്രാവശ്യം നിങ്ങൾക്കിടാം. ബട്ടർ ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാ പറയുന്നത്. പണ്ടത്തെ ഒരു യെല്ലോ ഒരു ബട്ടർ ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല. ഒരു മഞ്ഞ കളറിലെ ഒരെണ്ണം വരുമായിരുന്നല്ലോ നമുക്ക് പണ്ട് നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിപ്പോ വേറെ ഒരു വെറൈറ്റിയാണ് അതിന്റെ. പണ്ട് ഞാൻ ഓർക്കുന്നത്, അതിന്റെ പേര് എനിക്കറിയില്ല. നാട്ടിലൊരു മഞ്ഞ കളറില്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടെങ്കിൽ പേരറിയാമെങ്കിൽ പറയുക. മുട്ടപ്പഴത്തിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ? ഓറഞ്ച് കളറിലിരിക്കുന്നത് മുട്ടപ്പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് സർവ്വസുഗന്ധി. അത് ഒരെണ്ണം 2 ഇല ഇട്ടാല് ഇറച്ചിക്കറിക്ക് വേറെ മസാലയൊന്നും ഇടണ്ട. സർവ്വസുഗന്ധി അല്ലേ? അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ ഗ്രാമ്പൂന്റെയും എല്ലാ സ്പൈസസ് അതിന്റെ അകത്ത്. വെള്ളം തിളപ്പിക്കാനൊക്കെ നല്ലതായതല്ലേ? നല്ല സ്മെല്ലും ഉണ്ട്. പിന്നെ ഇത് റെഡ്. ഇതെന്തോ ഇത് പേരക്ക കരിഞ്ഞു നിൽക്കുവാണോ? അല്ല, റെഡ് കളറിലെ പേരക്ക അത്. റെഡ് കളർ. അതിന്റെ ഉള്ളും പുറവും ഒക്കെ റെഡാണ്. ഇവിടെ അതിന്റെ പിങ്ക് ഫ്ലവർ പിങ്ക് കളറാണ്. നല്ല മധുരം. നല്ല മധുരം അല്ല? അതാണ്ട് ഒരെണ്ണം ഉണ്ടായി നിൽക്കുന്നു. അതിന്റെ ഇലയും റെഡാണ്. അപ്പൊ ഞാനോർത്ത് മരം കരിഞ്ഞു നിൽക്കുവാന്ന്. ഇലയും റെഡ് അതിന്റെ. ഇലയും റെഡാണ്. തന്റെ പേരക്കായി നോക്ക്, കുഞ്ഞിലെ തന്നെ കണ്ടാത്തൊന്നും കരിഞ്ഞു നിൽക്കുവാണെന്ന്. പക്ഷെ റെഡ് കളറിലെ പർപ്പിൾ റെഡ് കളറിലെ കണ്ടേ പൂവും കണ്ടോ? അത് കൊള്ളാമല്ലോ. ഇത് ഒരു വെറൈറ്റി. പറിക്കണ്ടത് വലുതായില്ലെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ ഇവിടെ പിന്നെയും നമ്മളെ ഇലച്ചെടികൾ വെച്ചിരിക്കുന്നു. പിന്നെ കനകാംബരം, വെള്ള കനകാംബരം. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഞാവല് കണ്ടോ? ജാമൂൻ ഇവിടത്തെ വാഴയുടെ തെങ്ങിന്റെ മടലൊക്കെ കിടക്കുന്ന കണ്ടോ? പിന്നെ ഇവിടെ തെങ്ങുകൾ ഇങ്ങനെ നിൽക്കുവാണ്. ഇനി നമ്മൾ അതായത് മെയിനായിട്ടുള്ള ബാക്ക് യാർഡിലെ നമ്മുടെ പരിപൂർണമായിട്ടുള്ള ഒരു എന്താ പറയുന്ന പഴവർഗ്ഗങ്ങൾ മാത്രം, ഇടയ്ക്ക് ഇച്ചിരി ചെടികളുണ്ട്, അങ്ങോട്ട് നമ്മൾ കടക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ഓഫ് പഴവർഗ്ഗങ്ങളുണ്ട്. പഴത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, നമുക്ക് ചോദിച്ചൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങളും ഇത് ചെയ്യുക. ഇത് നമ്മുടെ ഓക്കെ. പിന്നെ ഇവിടെയുണ്ട് കുറേ ഇലച്ചെടികളൊക്കെ നമ്മുടെ പറമ്പ് മനോഹരമായിട്ട് നിൽക്കാൻ. അവിടെ ഒരു കരിവേപ്പ് നിൽക്കുന്നു. ഇവിടെ മറ്റൊരു പേര. ഇത് നാടൻ പേരയല്ലേ? നാടൻ പേര കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ ഇവിടെ കുറച്ച് ഇലച്ചെടികളൊക്കെ അവിടെ നോക്ക്, പച്ചക്കറി ഒരു പാവല് കയറിപ്പോകും. ഇതെന്തുവാ? അത് ഒരു ഫ്രൂട്ട്, അച്ചച്ചാരു. ഇതിന്റെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നോക്ക് എന്തെല്ലാം വെറൈറ്റി പേരുകളാണ്. അച്ചച്ചാരു. ഇതൊരു ഫ്രൂട്ട് ട്രീ. പിന്നെ നോക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം പലതരത്തിലുള്ള വാഴകള്. എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് ഇത് പാളയംകുടൻ ഇത് കദളിയാന്ന് തോന്നുന്നല്ലേ? ചെങ്കദളി കണ്ടോ? ചെങ്കദളി. പിന്നെ ഞാലിപ്പൂ. ഇത് വാഴ കണ്ടോ നോക്ക്. പിന്നെ അവിടെ ഒരു തെങ്ങ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ കൂടുതലായിട്ടും കപ്പ, ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി ഇതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് ചേനയും ചേമ്പും ഒക്കെ ഉണ്ടായിരുന്നു. മഞ്ഞളുണ്ട്. പിന്നെ ഇഞ്ചി, മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ
കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റി. മീൻകറിക്കൊക്കെ ഇടുമ്പം മറ്റേ ഇഞ്ചി പോലെ തന്നെ, പിന്നെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു മാങ്ങായുടെ ടേസ്റ്റ്, മീൻപീരയ്ക്കൊക്കെ ഇടുമ്പം നമുക്ക് മാങ്ങയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റ് വരുന്നതാണ്. പിന്നെ നോക്ക്, ഈ വാഴത്തോട്ടത്തിലോട്ട് മാറാൻ എന്താ കാരണം? ആക്ച്വലി കപ്പയായിരുന്നു, പക്ഷെ എലിയാണല്ലേ? എലി വില്ലനായി. അപ്പം മേളിൽ നോക്കുമ്പോ ഒരു കുഴപ്പമില്ല, ഹോളൊന്നുമില്ല. പക്ഷെ കപ്പ പറിച്ചു കഴിയുമ്പോ അടിയിലൊന്നുമില്ല. നമ്മുടെ എലി കൂടെ വന്ന് പണി നടത്തുവാണ്. അപ്പൊ നമ്മുടെ എലി ചേട്ടനും കൂടുതൽ അഡ്വാൻസ്ഡ് ആയി. പണ്ട് നമുക്ക് മോളിൽ നിന്ന് കാണായിരുന്നു, ഇത് അടിയിൽ നിന്ന് വന്ന് തുഴഞ്ഞ് വന്ന് കഴിക്കുവായിരുന്നു. മോളിൽ നിന്ന് നോക്കുമ്പോ കപ്പയെല്ലാം ഓക്കെയാണ്, അപ്പൊ അടിയിൽ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ പരിസരത്ത് ഒന്നും ആരും കപ്പയൊന്നും വെച്ച് വെക്കുന്നില്ല. അതുകൊണ്ട് മൊത്തം എലിച്ചേട്ടൻ വന്ന് നമ്മുടെ എല്ലാം തിന്നുമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ കപ്പ കൃഷി ഉണ്ട് കുറേശ്ശെ, പക്ഷെ ഇടയ്ക്കിടയ്ക്കേ ഉണ്ട്. പിന്നെ അത് വാഴയിലോട്ട് മാറാൻ കാരണം നോക്ക്, വെറൈറ്റീസ് ഓഫ് വാഴ. ഇതാണ്ട് അവിടെയൊക്കെ കൊലയുണ്ടായി നിൽക്കുന്നത്, അത് പൂവനാന്ന് തോന്നുന്നു, ഞാലിപ്പൂവിനുണ്ട്, ഏത്തയുണ്ട്. അത് ഞാലിപ്പൂവിനാ. അപ്പൊ ഇവിടെ എന്തെല്ലാം വെറൈറ്റി ഉണ്ട്? 3-4 വെറൈറ്റി ഉണ്ട്. ഞാലിപ്പൂവിനുണ്ട്, ഏത്തയുണ്ട്, പിന്നെ പാളയംകോടനുണ്ട്, കദളിയുണ്ട്, പിന്നെ ഞാലിപ്പൂവിനും പാളയംകോടനും കൂടി മിക്സ് ആയിട്ടൊരു വെറൈറ്റി. പിന്നെ എന്റെ ഏത്തയും പൂവനും കൂടെ മിക്സ് ആയിട്ട് പല മിക്സഡ് സങ്കരവും പലതരത്തിലുള്ള കൊലകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ഒരു വാഴത്തോട്ടം. പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം. വാഴ മാത്രമല്ല, ജാതിയുണ്ട്. ഇവിടെ തേണ്ട ജാതിയും എനിക്കിഷ്ടമുള്ള, എൻ്റെ ഇലയൊക്കെ ആണെങ്കിലും ഞാൻ തിന്നും ജാതി. പിന്നെ ഇത് ഇലന്തപ്പഴം. ഇലന്തപ്പഴം കേട്ടിട്ടില്ല. ഇത് ഇലന്തപ്പഴം അല്ലേ? ഇതും പഴം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അതുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം മാവ്. പിന്നെ അത് നമ്മുടെ കടച്ചക്ക, ബ്രെഡ് ഫ്രൂട്ട്. പിന്നെ അവിടെയൊക്കെ വാഴ, ചാമ്പയുണ്ട്. തേണ്ട മാവ് അവിടെ നിൽക്കുന്നു. ഇത് വേറെ ഒരു ചാമ്പ, അതായത് റോസാപ്പിള് ചാമ്പ നിൽക്കുന്നു. പിന്നെ നമുക്ക് തെങ്ങുണ്ട്. നോക്കിയാൽ നമ്മളൊന്നും കളയത്തില്ല. അതിൻ്റെ തേങ്ങയുടെ തോടെല്ലാം ഇവിടെ ഇട്ടിരിക്കുവാണ്. പിന്നെ ഇത് നമുക്കറിയാമല്ലോ, കപ്പലുമാങ്ങ, കാഷ്യൂവിന്റെ ട്രീ, കാഷ്യൂ നട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായി നിൽക്കുന്ന നിറയെ പൂത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഉണ്ടാകും എന്നുള്ള ഉണ്ടാകുന്നതാണല്ലേ? കാഷ്യൂ. ഇവിടെ പിന്നെയും വാഴയാണ്. പിന്നെ പിന്നെയും ഞാവല്. അതും ഞാവലോ. ഇതെന്തുവാ ഇത്? ഏതാണ്ടൊരു പാട്ടുണ്ടല്ലോ, ഞാവൽ പഴം തിന്ന് നാവ് കറക്കുമ്പോൾ നാണിച്ചു നീ എന്നെ നോവ. അതിനുവേണ്ടിയാണോ ഇത്രയും ഞാവല് വെച്ചിരിക്കുന്നത്? ഞാവല്. പിന്നെ നമ്മുടെ കപ്പ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെയൊക്കെ കുറെ കപ്പകളൊക്കെ കിളുത്ത് വരുന്നു. നോക്കട്ടെ ഇതിൻ്റെ കപ്പ കിട്ടുമോ ഇല്ലയോ നോക്കട്ടെ. പിന്നെ ഇവിടെയാണെങ്കിലും ഇത് മറ്റൊരു ഇത് ചാമ്പയാന്ന് തോന്നുന്നല്ലേ? കാരണം ഇവിടെ ഒരെണ്ണം ഉണ്ടായി നിൽപ്പുണ്ട്. നോക്ക്, എന്തോ ഒരു ഫ്രൂട്ടാണ്. ഇലയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ചാമ്പയായി നിൽപ്പുണ്ട്. ഒരെണ്ണം താഴെ കിട്ടി. എനിക്ക് തോന്നുന്നത് ഇതൊരു ചാമ്പ, എന്തോ ചാമ്പയുടെ എന്തോ വെറൈറ്റിയാ. ഇവിടെ നിൽക്കുന്നത് അവിടെയൊക്കെ പൂ ഉണ്ടായിട്ടുണ്ട്. പൂ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നോക്കുക, കഴിഞ്ഞ് കായ ഇങ്ങനെ വീഴാതിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നോക്കി പറിച്ച് തിന്നുക. എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ. അവിടെ അതല്ലേ നമ്മുടെ ഇലന്തപ്പഴം. പിന്നെ മാവ് അവിടെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ ജാമൂൻ ഇവിടെ ഉണ്ട്. ഇത് നെല്ലിക്ക. ഇത് നെല്ലിയാണ്. പിന്നെ അവിടെ കപ്പ. ഇതെന്താന്നറിയാമോ? നമ്മള് കപ്പയുടെ കോലൊക്കെ അവിടെ വെക്കും. പിന്നെ മഴയാകുമ്പം അതെടുത്ത് കോലെടുത്ത് കുഴിച്ചു വെക്കും. 2 വെറൈറ്റി കപ്പയുണ്ട്. 2 വെറൈറ്റി ഉണ്ട്. റെഡ് ഉണ്ട്, ഒരു റെഡ് കോലും ഉണ്ട്, വൈറ്റ് കളറിലും ഉണ്ട്. 2 വെറൈറ്റി. അപ്പൊ എന്താ പണ്ട് പറയാൻ മലബാർ കപ്പ. ഒരെണ്ണം മലബാർ കപ്പ. പിന്നെ കയ്പുള്ള കപ്പയ്ക്ക് വേറെ എന്തോ പേര് പറയായിരുന്നു. ഇത് ചെമ്പകം. ഇത് ചെടിയാ. പിന്നെ അത് എവിടെയുണ്ട് നീ കുഴിച്ചു വെച്ചിരിക്കുന്നത്? എന്തോ അല്ല, അത് തന്നെ കിളുത്തു. എന്നിട്ട് അതൊരു വാട്ടൽ അതിന്. പിന്നെ ഇത് ഒരു മാവ്, വാഴ. പിന്നെ അത് പട്ടക്കറ വഴന. ഇത് ഭക്ഷണയുടെ അല്ല. ഇത് ഭക്ഷണമല്ല. അതായത് നമുക്കറിയാലോ, നമ്മൾ തന്നെ പൂച്ചയപ്പോ എന്നൊക്കെ എങ്ങാണ്ടൊക്കെ ഉള്ളവർ, ഞങ്ങൾ കുമ്പിളപ്പോ എന്ന് പറയും. കുമ്പിളപ്പോ എന്ന് പറയാൻ കാരണം ഇങ്ങനെ എടുത്തിട്ട് ചക്കപ്പഴമോ അരിപ്പൊടിയോ മാവ് പൊടിയോ ശർക്കരയോ ഒക്കെ ഇട്ട് ഇതിനകത്ത് വെക്കും. അതുകൊണ്ട് കുമ്പിളപ്പം എന്ന് പറയുന്നത്. ഞാൻ വന്നപ്പം ചക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നുണ്ട്. കുമ്പിളപ്പം ഒക്കെ കഴിച്ചു. ഇത് കുമ്പിളപ്പം. പിന്നെ അത് മൊത്തം അതാണല്ലേ ഭക്ഷണയുടെ അല്ല.
പിന്നെ നമ്മുടെ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലമാണത്. നമ്മളെല്ലാ വേസ്റ്റും അതിനകത്ത് ഇട്ടിട്ട് കത്തിച്ച് പിന്നെ അതിൻ്റെ വളമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ ഇതുണ്ട്, ഇത് ബഡ് പ്ലാവാണ്. എത്ര വർഷമായത് അത്? ഇത് 4 വർഷം 5 വർഷമായി. 4 വർഷം 5 വർഷം ആയപ്പോഴാണ് കായ ഉണ്ടായി. അതിന് മുന്നേ ഉണ്ടായി. മൂന്നാമത്തെ കൊല്ലം ഇപ്പൊ കായ്ക്കാൻ തുടങ്ങി അല്ലേ? അപ്പൊ നോക്കിയാ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഇതിന്റെ കളറ് പിങ്ക് റെഡ്, നല്ല റെഡ് കളർ. പഴുത്ത് കഴിയുമ്പം തേൻവരിക്കാണ്. ഞാൻ കഴിച്ചതാണ്. ഇത് വേവിച്ചും കഴിച്ചു, പഴുപ്പിച്ചും കഴിച്ചു. നല്ല ചക്കയാണിത്. പിന്നെ ഇതും ബഡ് പ്ലാവാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് വെച്ചതാണ്. പക്ഷെ ഇത് നിക്കണ നോക്കിയേ. ഓ, അതങ്ങ് പൊരടിച്ചു പോയി. എനിക്ക് തോന്നുന്നത് എന്നെ പോലെയാന്ന് തോന്നുന്നത്. പക്ഷെ ഇതേ കായ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇവനെ പറിച്ച് കളയണോ വേണ്ടയോ? പക്ഷെ നന്നായിട്ട് നിൽക്കുന്നത്. ഇച്ചിരി ചാൻസ് കൊടുക്ക്. ഇത് ഇത്രയും ഹൈറ്റ് ആയി, ഇങ്ങനെ നിൽക്കുക. അതിന് പൊക്കം വെക്കാനുള്ള പോലെ വെച്ചതാ ആണല്ലേ? നോക്കാം, നമുക്കത് കായ ഉണ്ടാകും. പിന്നെ അവിടെ നമുക്ക് കാണാം പ്ലാവ്, പപ്പായ, പിന്നെ വാഴ കണ്ട, അടുത്ത വാഴ കൊല. പിന്നെ അവിടെ ആത്തയല്ലേ? ഇത് ആത്ത. ആത്ത നിൽക്കുന്നത്. ആത്തയുടെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു. സീസൺ കഴിഞ്ഞു. അതിലുണ്ടായിരുന്നു, കുറെ കായ ഉണ്ട്. അതുകൊണ്ട് ഒരെണ്ണം ഇപ്പൊ ഇങ്ങനെ വാടി അത് പോയതാന്ന് തോന്നുന്നു. ഇത് ആത്ത തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഇത് രാമപ്പഴം എന്ന് പറയുന്നത്. ഓ, രാമപ്പഴവും പിന്നെ സീതപ്പഴം വേറെ ഉണ്ട്. ഓ, ഇത് രാമപ്പഴം. ഓ, ഇതൊക്കെ പുതിയ അറിവാണ് എനിക്ക്. ഇവിടെ വാഴ നോക്കിയ കൊല ഉണ്ടായി കിടക്കുന്നുണ്ടോ? പാളയംകുടൻ കൊല ഉണ്ടായി നിൽക്കുന്ന. പിന്നെ ഇത് നമ്മുടെ സപ്പോട്ട. ഇതിൽ കായ സപ്പോട്ടയിൽ കായ വരുന്നു, ഉണ്ടാകുന്നു. കായുണ്ട്, പൂക്കള്, സപ്പോട്ട. പിന്നെ ഇത് റെഡ് നെല്ലിക്ക. ഓ, റെഡ് നെല്ലിക്ക. അപ്പൊ നെല്ലി ആണും പെണ്ണും വെക്കണമെന്നല്ലേ? 2 എണ്ണം വെക്കണമെന്നല്ലേ? അത് സാധാ നെല്ലി. ഇത് റെഡ് നെല്ലി എന്നാ പറഞ്ഞേ. ആർക്കറിയാം സങ്കരമായിട്ട് വരുമോന്ന്. ഓക്കെ, അപ്പൊ റെഡ് ഇലയൊക്കെ ഉണ്ട്, ഏകദേശം റെഡ് കളർ പോലെ നിൽപ്പുണ്ട്. ഓക്കെ, റെഡ് നെല്ലി. പിന്നെ അവിടെ പിന്നെ അതും ജാമുന നമ്മൾ കണ്ടതാ അല്ലേ? ഇത് ജാമുനല്ല, ഇത് ജാമുനല്ലേ? ഇത് റംബുട്ടാൻ. റംബുട്ടാന്റെ വേറെ. ഓക്കെ, റംബുട്ടാനാണ്. ഓക്കെ, റംബുട്ടാനും ഞാവലും പിന്നെയും വാഴത്തോട്ടങ്ങൾ. ഇത് ലോഗന്റെ ഒരു വേറെ ഒരെണ്ണം. ഓക്കെ, ലോഗൻ. ഓക്കെ, ലോഗൻ. പിന്നെ എന്താണ്ട് വാഴത്തോട്ടങ്ങൾ ഉണ്ട്. പിന്നെ അത് വാളംപുളി അല്ലേ? വാളംപുളി. ഓക്കെ, വാളംപുളി. അതാണ് വാളംപുളി. ഇങ്ങനെ വളർന്ന് വരുന്ന ഇതിൻ്റെ ഇലക്കൊക്കെ ആണെങ്കിലും നല്ല പുളിയാ. ഇലയ്ക്ക് നല്ല പുളിയാ. ഇവിടെ കൊടംപുളി ഇല്ലല്ലേ? കൊടംപുളി, വാളംപുളി. അടുത്ത ഒരു ഇതൊരു ബഡ് പ്ലാവാണ്. ഇതൊരു വൈറ്റ് ഞാവൽ എന്ന് അവര് പറഞ്ഞ്. ഓ, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ഓ, അപ്പം ഞാവലിന്റെ വെറൈറ്റി ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് മൊത്തം വാഴയിലൊക്കെ കൊല ഉണ്ടായി കിടക്കുന്നു. അങ്ങനെ ഇവിടെ പപ്പായ. പപ്പായൊക്കെ ഇവിടെ നിൽക്കുന്ന. ഇതൊക്കെ തന്നെ കിളുത്തു വന്നതാ. പിന്നെ ഇത് നമ്മുടെ അതല്ല, എന്താ? റംബോസ്റ്റൻ. പിന്നെ പിന്നെയും വാഴ. ഇതെന്തുവാ? ഇത് മരമുന്തിരി, ജബോട്ടിക്ക. ഓ, മരമുന്തിരി. ഇതിൽ കായ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. മരമുന്തിരി. പിന്നെ മറ്റൊരു മാവ്. പിന്നെയും കണ്ടല്ലോ വാഴത്തോട്ടങ്ങള്. ഇതെന്തുവാടി? അതും ചെമ്പകം തന്നെയാ. അവിടെ ഒരു വൈറ്റ് ചെമ്പകം, ഇത് യെല്ലോ ചെമ്പകം. പൂത്തിട്ടില്ല പറയുന്നു. അടുത്ത വാഴക്കൊല. പിന്നെ തെങ്ങ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പം നിങ്ങൾ കാണുന്നത് കണ്ടോ? ഇവിടെ എല്ലാം നാടനും ഉണ്ട്, മോഡേണും ഉണ്ട്. കാരണം പല ഫ്രൂട്ട് ട്രീകളുടെ പേരും ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാത്ത പല വെറൈറ്റി ഫ്രൂട്ട് ട്രീകളുണ്ട് ഇവിടെ. അപ്പം നീ ഇപ്പൊ ഈ ഫ്രൂട്ട് ട്രീയിലോട്ട് പോകാനുള്ള കാരണം എന്താണ്? ഒരു സന്തോഷം. നമുക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാം നമ്മുടെ നാട്ടില് എത്രത്തോളം ഇതൊക്കെ പിടിക്കും. പല ഫ്രൂട്ട് ട്രീകളും ഒരു വെസ്റ്റേൺ ചൊവയുള്ളതാണ്. അതൊക്കെ ഇവിടെ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ നോക്കാം. അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കുമോ, ഒരു കാക്കയാണ്ട് പറന്നുപോയി. കാരണം ഒരു നാടൻ കാക്കയും എല്ലാം ഉണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാടൻ തെങ്ങും മാവും എല്ലാം കാണാൻ പറ്റും. അതായത് നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലുണ്ട്, നമ്മൾ ഒരു സ്ഥലവും നമ്മൾ വെറുതെ കളഞ്ഞിട്ടില്ല. സൈഡിലൂടെ കുറച്ചും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓ, മാവിൽ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ നോക്ക് എത്ര കണ്ണിമാങ്ങ ഇവിടെ താഴെ കിടക്കുന്നതെന്ന്.
ഇവിടെ എല്ലാം കണ്ണിമാങ്ങയാണ്. ഇത് നാട്ടിലുള്ളവർക്ക് വലിയ നല്ല കാഴ്ചയൊന്നുമില്ല, പക്ഷേ നമ്മൾക്കൊക്കെ ഇത് കാണുന്ന വളരെ സന്തോഷമല്ലേ. ഈ കണ്ണിമാങ്ങയും അത് പറിച്ച് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കുന്നത് ഞാൻ കുറേ കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് പുറകിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഒരു സ്ഥലവും വെറുതെ കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ഒരു നാരകമാണ്. പിന്നെ നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ല്. അതുകൊണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ വഷ്ണയില. ഇവിടെ നമ്മുടെ മഞ്ഞളൊക്കെ ഞങ്ങൾ പറിച്ചു. ഞാൻ കാണിക്കാം മഞ്ഞൾ കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന്. എനിക്കൊന്ന് അവക്കാഡോടെയാന്ന് തോന്നുന്നു ഒരു തൈ ആണ്ട് കിളുത്ത് വരുന്നു. പിന്നെ തേണ്ട പപ്പായ, ഇവിടെയൊക്കെ എന്തോ തൈകളൊക്കെ കിളുത്ത് വരുന്നുണ്ട്. പിന്നത്തെ ഇതും തേണ്ട ഒരു ചാമ്പങ്ങ. ഇത് നിറയെ ചാമ്പങ്ങ ഉണ്ട്. റോസാപ്പിള് മുകളിലോട്ട് നിറയെ കായ ഉണ്ടാക്കി കിടപ്പുണ്ട്. കണ്ട് ഇവിടെ പൂവുണ്ട്. രണ്ട് ചാമ്പങ്ങ ഉണ്ടായി നിൽക്കുന്നത് മുകളിലൊക്കെ ഉണ്ട്. എന്താ പിന്നെ ഇത് തണ്ട ഒരു പേര. അതുകൊണ്ട് ഇത് പേരയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് പൂവുണ്ടായി വരുന്നുണ്ട് ഇപ്പോഴേ തന്നെ. പിന്നെ നമ്മൾക്ക് ഒരു നാടിൻ്റെ ഒരു ഗൃഹാതുരത്വമുള്ളത്. അതുകൊണ്ട് നോക്കി, പണ്ട് നമ്മൾ ഒരു പാറക്കല്ലേലായിരുന്നു തുണി അലക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം തുണി അലക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതൊരു പുതിയൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉണ്ട്, ടാപ്പുണ്ട്. വെള്ളം ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ തുണി കഴുകി സോപ്പൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലമുണ്ട്. സോപ്പൊക്കെ ഇവിടെ ഇതിനകത്ത് വെക്കും. ഉണ്ടോ? എന്നിട്ട് ഇവിടെ തുണി കഴുകുന്നത്. പിന്നെ നോക്ക്, പപ്പായ. അവിടെ ചാമ്പയുണ്ട്. കരിവേപ്പ് അത്ര ഹാപ്പി അല്ലെന്ന് തോന്നുന്നു, ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു. കരിവേപ്പ് നിൽക്കുന്നു. പിന്നെ അവിടെ മുരിങ്ങ. പിന്നെ ഇവിടെ പിന്നെയും നാരകം. ഇത് നാരകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, അതെ, നാരകം. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഒളോളിക്ക, ലൂവിക്ക എന്ന് പറയുന്നത്. സീസൺ ആയില്ല, അതിന് മുമ്പ് ഇതേലും കായൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. ലൂവിക്ക. പിന്നെ നമുക്ക് മാവിൽ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടോ. അതോടൊപ്പം തന്നെ നോക്ക് എത്ര കണ്ണിമാങ്ങ ഇവിടെ താഴെ കിടക്കുന്നതെന്ന്. ഇവിടെ എല്ലാം കണ്ണിമാങ്ങയാണ്. ഇത് നാട്ടിലുള്ളവർക്ക് വലിയ നല്ല കാഴ്ചയൊന്നുമില്ല, പക്ഷേ നമ്മൾക്കൊക്കെ ഇത് കാണുന്ന വളരെ സന്തോഷമല്ലേ. ഈ കണ്ണിമാങ്ങയും അത് പറിച്ച് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കുന്നത് ഞാൻ കുറേ കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് പുറകിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഒരു സ്ഥലവും വെറുതെ കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ഒരു നാരകമാണ്. പിന്നെ നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ല്. അതുകൊണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ വഷ്ണയില. ഇവിടെ നമ്മുടെ മഞ്ഞളൊക്കെ ഞങ്ങൾ പറിച്ചു. ഞാൻ കാണിക്കാം മഞ്ഞൾ കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന്. എനിക്കൊന്ന് അവക്കാഡോടെയാന്ന് തോന്നുന്നു ഒരു തൈ ആണ്ട് കിളുത്ത് വരുന്നു. പിന്നെ തേണ്ട പപ്പായ, ഇവിടെയൊക്കെ എന്തോ തൈകളൊക്കെ കിളുത്ത് വരുന്നുണ്ട്. പിന്നത്തെ ഇതും തേണ്ട ഒരു ചാമ്പങ്ങ. ഇത് നിറയെ ചാമ്പങ്ങ ഉണ്ട്. റോസാപ്പിള് മുകളിലോട്ട് നിറയെ കായ ഉണ്ടാക്കി കിടപ്പുണ്ട്. ഇവിടെ പൂവുണ്ട്. രണ്ട് ചാമ്പങ്ങ ഉണ്ടായി നിൽക്കുന്നത് മുകളിലൊക്കെ ഉണ്ട്. എന്താ പിന്നെ ഇത് ഒരു പേര. അതുകൊണ്ട് ഇത് പേരയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് പൂവുണ്ടായി വരുന്നുണ്ട് ഇപ്പോഴേ തന്നെ. പിന്നെ നമ്മൾക്ക് ഒരു നാടിൻ്റെ ഒരു ഗൃഹാതുരത്വമുള്ളത്. അതുകൊണ്ട് നോക്കി, പണ്ട് നമ്മൾ ഒരു പാറക്കല്ലേലായിരുന്നു തുണി അലക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം തുണി അലക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതൊരു പുതിയൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉണ്ട്, ടാപ്പുണ്ട്. വെള്ളം ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ തുണി കഴുകി സോപ്പൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലമുണ്ട്. സോപ്പൊക്കെ ഇവിടെ ഇതിനകത്ത് വെക്കും. ഉണ്ടോ? എന്നിട്ട് ഇവിടെ തുണി കഴുകുന്നത്. പിന്നെ നോക്ക്, പപ്പായ. അവിടെ ചാമ്പയുണ്ട്. കരിവേപ്പ് അത്ര ഹാപ്പി അല്ലെന്ന് തോന്നുന്നു, ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു. കരിവേപ്പ് നിൽക്കുന്നു. പിന്നെ അവിടെ മുരിങ്ങ. പിന്നെ ഇവിടെ പിന്നെയും നാരകം. ഇത് നാരകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, അതെ, നാരകം. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഒളോളിക്ക, ലൂവിക്ക എന്ന് പറയുന്നത്. സീസൺ ആയില്ല, അതിന് മുമ്പ് ഇതേലും കായൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. ലൂവിക്ക. പിന്നെ നമുക്ക് നാരങ്ങ ഉണ്ടായി കിടക്കുന്നത് കണ്ടോ. ഇതൊരു നാരങ്ങ ഉണ്ട് ഇതിൽ. പിന്നെ ഇത് ഒളോളിക്ക, ലൂവിക്ക. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പം നമ്മുടെ വീട്ടിലില്ലായിരുന്നു, അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ പറിച്ച് തിന്നിട്ടുള്ളൊരു സാധനമാണ് ലൂവിക്ക. പിന്നത്തെ ഇവിടെ നോക്ക്, മുരിങ്ങ.
കണ്ട മുരിങ്ങയും നല്ലതാണ്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ എന്താണ് ഇത്, അവൾ എന്നോട് പറഞ്ഞു ഇതൊരു തരം ചെറിയാന്ന്. ഇത് വേറൊരു തരം ചെറിയാണ്. നോക്ക്, ആ ചെറിയുടെ പേരെനിക്കറിയത്തില്ല, ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചായിരുന്നു എന്തുവാന്ന്. അപ്പോൾ ഇതൊരു തരം ചെറിയാണ്. അപ്പം നിങ്ങൾ ഇത് കണ്ടല്ലോ, അപ്പം ഈ വീട് നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെയാണ് ഞങ്ങൾക്കുള്ള, അധികം സ്ഥലമില്ല, പക്ഷെ ഉള്ള സ്ഥലത്ത് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഞങ്ങൾ പല തരം ഫ്രൂട്ട് ട്രീകളും പച്ചക്കറികളും എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുവാണ്. ഇത് നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന്. നമ്മൾ മുടക്കുന്ന പൈസ വെച്ച് അത്ര പ്രയോജനമില്ലെങ്കിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഫിറ്റ്നസ്സിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എപ്പോഴും കാണുന്ന എൻ്റെ സിസ്റ്ററിൽ രാവിലെ എഴുന്നേറ്റ് ഈ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കും, അതിൻ്റെ അടുക്കെ പോയി പരിചരിക്കുന്നു. അത് അവൾക്ക് നല്ലൊരു ഹാപ്പിനെസ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി വീട്ടിൽ തരുന്നു. അപ്പം നിങ്ങൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കപ്പ വെക്കുമ്പോൾ എലിച്ചേട്ടൻ വന്ന് തിന്നുമെന്ന്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഏരിയയിൽ ആരും കപ്പ ഇടുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കപ്പ ഇടാൻ തുടങ്ങും, നിങ്ങളെല്ലാവരും പച്ചക്കറി വെക്കും, ഫ്രൂട്ട് ട്രീ വെക്കുമ്പം അപ്പം നമ്മുടെ ഈ എലികൾക്കും അതുപോലെ തന്നെ കീടകൾക്കും ഒക്കെ ഭക്ഷണം വേണ്ടേ. അപ്പോൾ അവരെല്ലായിടത്തോട്ടും അങ്ങ് പോകുമ്പം നമ്മളുടെ അടുത്തോട്ട് കുറച്ചല്ലേ വരത്തുള്ളൂ. അപ്പം എല്ലാവരും കൃഷി ചെയ്താൽ എലികളുടെ ശല്യവും കീടകളുടെ ശല്യവും കുറവായിരിക്കും. കാരണം അവർക്ക് ഒത്തിരി ഫുഡുള്ളപ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മണ്ണിനെ ഇതുപോലെ പ്രയോജനകരമായത്ത രീതിയിൽ ഉപയോഗിക്കുക. ഇവിടെ മേടിച്ചിരിക്കുന്ന പല ഫ്രൂട്ട് ട്രീകളും അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള നഴ്സറിയിൽ പോയി അവരോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത്, അപ്പം നിങ്ങളുടെ മണ്ണിന് ചേരുന്ന എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട പച്ചക്കറികളും പഴവർഗ്ഗത്തിൻ്റെ തൈകളും കിട്ടും. നിങ്ങളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് സന്തോഷമായിട്ടിരിക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിൻ്റെ എല്ലാ ഫ്രൂട്ട്സും എനിക്ക് തിന്നാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ഗുഡ്. ഞാൻ ചെറിയ തോതിൽ ഈ വർഷത്തെ വിളവാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ എന്താ പറയുന്നത്, മാങ്ങ ഇഞ്ചി അല്ലേ? ഇത് മാങ്ങ ഇഞ്ചി. ഇത് നമ്മുടെ കുറച്ച് ചക്കയൊക്കെ പറിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ തേണ്ട ചേന കണ്ടോ, ചേനയൊക്കെ കിളുത്ത് വരുന്ന കണ്ടോ, ചേന. പിന്നെ ഇത് മഞ്ഞളാണ്. ഈ മഞ്ഞൾ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാമോ? കണ്ടോ, നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച മഞ്ഞൾ. ഇതിനെ കനം കുറച്ച് അരിഞ്ഞ് ഇത് പുഴുങ്ങിയിട്ടില്ല, പുഴുങ്ങാതെ എല്ലാം വെട്ടി അരിഞ്ഞ് ചെറുതാക്കി, അതായത് മഞ്ഞൾ പറിച്ചിട്ട് നന്നായിട്ട് കഴുകി മണ്ണെല്ലാം കളഞ്ഞിട്ട് പിന്നെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ഇതിപ്പോ എത്ര ദിവസം വെയിലത്ത് വെച്ചത്? ഇതിപ്പോ ഒരാഴ്ച വെച്ചല്ലേ? ഒരാഴ്ച കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതെന്താ ചെയ്യുന്ന വെച്ചാല് ഈ മഞ്ഞള് അത് കഴിഞ്ഞിട്ട് കൊണ്ട് പൊടിക്കണം, പൊടിച്ചെടുത്ത് നമുക്കത് അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ പൊടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പുഴുങ്ങിയിട്ടില്ല, അത് തന്നെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ട നമ്മുടെ ചക്ക, അത് ചേന കിളുത്തിട്ടുണ്ട് കേട്ടോ, കിളുത്തിട്ടുണ്ട്. അത് വിത്തിന് വെച്ചിരിക്കുന്ന അടുത്ത വർഷത്തേക്ക് കുടിച്ചു വെക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാത്തിനും വേണ്ട മുള വരുന്നുണ്ട്, എല്ലാം മുള വരുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, അടുത്ത വർഷത്തേക്ക് വെച്ചിരിക്കുന്ന, അടുത്ത വർഷത്തേക്ക് വെക്കാം. പിന്നെ ഇത് മാങ്ങ ഇഞ്ചി ഉണ്ട്. ഇത് ചെറിയ തോതിലുള്ള ഈ വർഷത്തെ ഒരു വിളവാണ്. കാരണം ഇപ്പോൾ എന്തല്ലേ ഞാൻ കണ്ടോ, വാഴക്കൊലയൊക്കെ തീർന്ന്, ചക്കയൊക്കെ പറിച്ച് അനുസരിച്ച് തിന്ന് തീർക്കുന്നു, പിന്നെ കപ്പ തീർന്ന്, പിന്നെ തേങ്ങ, അങ്ങനെ മഞ്ഞളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉണ്ട്, വരുന്നതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളും ഇങ്ങനെ നിങ്ങളുടെ പറമ്പ് പ്രയോജനമാത്ത രീതിയിൽ ഉപയോഗിച്ച് കൃഷിയൊക്കെ ചെയ്യുക. നല്ല മഞ്ഞളുണ്ട്, നല്ല മഞ്ഞളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൂപ്പർ മഞ്ഞൾ, സൂപ്പർ മഞ്ഞളാണ്.